ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹീതമായ പ്രഭാതത്തിൽ എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 13-ാം അധ്യായം 12-ാമത്തെ വാക്യം. അന്ന് ദാവീദ് ദൈവത്തെ ഭയപ്പെട്ടുപോയി. ദൈവത്തെ സേവിച്ച് ദൈവത്തെ ആരാധിച്ച് ഇസ്രായേലിലെ മധുര ഗായകനായി മുന്നോട്ട് കടന്നുപോയ ദാവീദ് ഇസ്രായേലിൽ രാജാവായി വന്നതിന് ശേഷം കുന്നിന്മേൽ അബീനാദാബിൻ്റെ വീട്ടിലിരുന്ന പെട്ടകം ഇസ്രായേലിൽ കൊണ്ടുവരേണ്ടതിന് ഒരു കാളവണ്ടിയിൽ കയറ്റി തപ്പ്, വീണ, കിന്നരം, ഈ വാദ്യഘോഷങ്ങളെല്ലാം മുഴക്കി ദൈവത്തിൻ്റെ പെട്ടകത്തെ ഇസ്രായേലിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് കാള വിരണ്ടു പോകുകയും പെട്ടകം മറിഞ്ഞു പോകാതിരിക്കേണ്ടതിന് ഉസ്സ പെട്ടകത്തെ പിടിക്കുകയും ചെയ്തു. പെട്ടകത്തെ പിടിച്ച ഉസ്സയുടെ മേൽ ദൈവത്തിൻ്റെ കോപം ജ്വലിക്കുകയും ഉസ്സ മരണപ്പെടുകയും ചെയ്യുവാനിടയായി. ഇത് കണ്ട ദാവീദ് പെട്ടെന്ന് ദൈവത്തെ ഭയപ്പെട്ടു പോയി. അതുവരെ ദാവീദ് ഈ പെട്ടകത്തെക്കുറിച്ച് കരുതിയിരുന്നത് ഇത് ദൈവത്തിൻ്റെ ഒരു പെട്ടകം മാത്രമാണ് എന്നവൻ കരുതി. അപ്പോൾ ഏത് നിലകളിലും അത് തൊട്ടാലും ഒരു വിഷയമില്ല എന്ന് കരുതിയാണ് ദാവീദ് ഈ പെട്ടകം എടുത്ത് തൻ്റെ ദേശത്ത് കൊണ്ടുവരുവാൻ വേണ്ടി താല്പര്യപ്പെട്ടിരുന്നത്. ദൈവത്തിൻ്റെ പെട്ടകം തൻ്റെ രാജ്യത്തിലിരിക്കട്ടെ എന്ന് താൻ കരുതി. എന്നാൽ പെട്ടകത്തെ തൊട്ട ഉസ്സ മരിച്ചു വീണത് കണ്ട ദാവീദ് പെട്ടെന്ന് ഭയപ്പെട്ടു പോയി. കാരണം ഇത് ഒരു സാധാരണ പെട്ടകമല്ല. തൊട്ടവൻ മരിച്ചു വീണു എങ്കിൽ ഈ പെട്ടകത്തെ ഇനി മുന്നോട്ട് കൊണ്ടുപോകുക അസാധ്യമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വസിക്കുന്ന പെട്ടകത്തെ ദൈവഹിതമില്ലാതെ ഒരുവൻ തൊട്ടപ്പോൾ അത് അവന് ജീവഹാനി വരുത്തിയതിനാൽ ആ പെട്ടകത്തെ തൻ്റെ രാജ്യത്തിൽ കൊണ്ടുപോകുവാൻ മനസ്സില്ലാതെ ദാവീദ് ഓബേദ് ഏദോമിൻ്റെ വീട്ടിൽ കൊണ്ടുവയ്ക്കുവാനിടയായി. ഓർക്കുക, വചനം പറഞ്ഞത് അന്ന് ദാവീദ് ദൈവത്തെ ഭയപ്പെട്ടു പോയി. ദാവീദിന് പേടിയായി ദൈവത്തെക്കുറിച്ച്. അതുവരെ ദാവീദ് ദൈവം ആരാധിക്കുവാൻ കഴിവുള്ള ആരാധ്യനായ ദൈവം എന്ന് കരുതിയ ദാവീദ് ദൈവത്തെ പെട്ടെന്ന് ഭയപ്പെടുവാൻ കാരണമായി. പ്രിയ ദൈവമക്കളെ, നാം സേവിക്കുന്ന ദൈവം സ്നേഹവാനും ആരാധനയ്ക്ക് യോഗ്യനും തന്നെയാണ്. ആ ദൈവത്തിൻ്റെ സ്നേഹം അവർണ്ണനീയവും അഗോചരവുമാണ്. എന്നാൽ സർവശക്തനായ ദൈവത്തിൻ്റെ ശക്തിയെ നാം പലപ്പോഴും അളന്നു നോക്കാൻ വേണ്ടി പരിശ്രമിച്ചാൽ നാം പരാജയപ്പെട്ടു പോകുവാനിടയായിത്തീരും. ഇത് ഉസ്സ ഛേദിക്കപ്പെട്ടത് നിമിത്തമാണ് ദാവീദ് ഭയപ്പെടുവാനിടയായിത്തീർന്നത്. നാം പലപ്പോഴും ദൈവത്തെ ഭയപ്പെടുവാൻ വേണ്ടി തിന്മകൾ വരുവാൻ കാത്തിരിക്കുകയല്ല. വചനം പറയുന്നത്, ജനമേ, എല്ലാ കാലത്തും ദൈവത്തെ ഭയപ്പെടുവിൻ. എല്ലാ കാലത്തും ഭയപ്പെടുവാൻ യോഗ്യൻ തന്നെയാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ആ സർവശക്തനായ ദൈവത്തെ ഭയപ്പെട്ട് പ്രത്യാശയുള്ളവരായി പ്രാർത്ഥന അനുഭവങ്ങളിലും ദൈവ ആശ്രയ ബോധത്തിലും മുന്നോട്ട് കടന്നു പോകുവാൻ പരിശുദ്ധാത്മാവാം ദൈവം ഏവർക്കും കൃപ നൽകുമാറാകട്ടെ. നമുക്ക് കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം, തലകളെ വണക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. ഞങ്ങളെ കേൾപ്പിച്ച ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഹല്ലേലൂയ. ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകന്നുപോയി ദൈവഭയമില്ലാതെ ജീവിക്കുന്ന അനുഭവങ്ങൾ ഞങ്ങൾ ഉണ്ടാകാതിരിക്കേണ്ടതിന്, ഞങ്ങളും ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തെ സേവിക്കുവാനിടയായി തീരേണ്ടതിനും ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച നല്ല സന്ദേശത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തിന്മകളെ തുടച്ചു മാറ്റി നന്മകൾ ജനം അനുഭവിച്ചറിയുവാൻ തക്ക നിലകളിൽ പരിശുദ്ധാത്മാവാൻ ദൈവം ഓരോരുത്തരെയും വഴി നടത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. നിറഞ്ഞ ഹൃദയത്തോട് ദൈവജനത്തെ അനുഗ്രഹിക്കുന്നു. തിന്മകൾ വന്ന് ദൈവത്തെ ഭയപ്പെടുവാൻ ആരെയും അനുവദിക്കാതെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുവാൻ ദൈവജനത്തിന് കൃപയരുളും. സ്വർഗം അങ്ങനെ ചെയ്തിരിക്കുകയാൽ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ പ്രിയ പിതാവേ, കേൾക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ.